അയോധ്യ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് രാമഭക്തരും ഹൈന്ദവ സമൂഹവും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കൂറ്റൻ സ്ക്രീനുകളിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം കാണാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. 500 വർഷത്തിനിപ്പുറം അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഭക്തമനസ്സുകളിൽ ആഹ്ലാദം അലതല്ലുകയാണ്. എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ജനം ടിവിക്കൊപ്പം ചേരുകയാണ് ശ്രീരാമഭക്തരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും. ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുമ്പോൾ ലക്ഷങ്ങൾ ആത്മനിർവൃതിയിലാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ശ്രീരാമ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അത് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാം സഹിച്ചുള്ള, എല്ലാം സമർപ്പിച്ചുള്ള കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഹൈന്ദവ ലക്ഷങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായി വലിയ തോതിൽ തന്നെയുള്ള ഒരുക്കങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. അവിടെ നിരവധി ശ്രീരാമ ഭക്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ധന്യ മുഹൂർത്തത്തിലേക്ക് ചുവടുകൾ വെക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് നടന്നെത്താൻ അധിക സമയം ഇല്ലാത്ത ആ ഒരു നിമിഷത്തിൽ അതിന്റെ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വിശ്വഹിന്ദു പരിഷത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ ശബരിമല കർമ്മസമിതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എല്ലാമായിട്ടുള്ള SR കുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുമാർ സാറെ, ഈ ഒരു ധന്യ നിമിഷത്തെ എങ്ങനെ കാണുന്നു? ഇത് രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മസാഫല്യമാണ്. നമ്മുടെ ഈ ജന്മത്ത് പലപ്പോഴും സാധിക്കുമോ എന്ന് പോലും ചിന്തിച്ചിട്ടുള്ള അത്ര ഒരു പുണ്യമായ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രഭ ലോകമെമ്പാടും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നാളെ 12 മണിക്ക് ശേഷം 2 മണിക്കിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ലോകം തന്നെ ഒരുങ്ങി മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രകൃതി തന്നെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഈ രാമജന്മഭൂമി വിഷയത്തിൽ നമുക്കറിയാം, ഏതാണ്ട് 500 വർഷത്തോളം അടുക്കുന്നു. അതിനുവേണ്ടി ആയിരക്കണക്കിന്, ഏകദേശം 3,70,000 ഭക്തജനങ്ങളാണ് ബലിദാനികളായിട്ടുള്ളത്. 1528 ഈ ബാബറിൻ്റെ മുഖ്യ സേനാധിപനായ ബിർബാഖിം ഈ ക്ഷേത്രം ആക്രമിച്ച് തകർക്കാൻ വന്നപ്പോൾ നിരായുധരായ ഭക്തജനങ്ങൾ 15 ദിവസം വരെ അവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. അവരെ കടന്ന് അവർ ബലിദാനായ ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് മിർബാഖിന് എത്താൻ സാധിച്ചത്. പക്ഷേ അവിടെ കൊണ്ടും തീർന്നിട്ടില്ല. 77ഓളം യുദ്ധങ്ങളാണ് നമ്മുടെ പൂർവികന്മാർ ഇതിനു വേണ്ടി ഈ രാമക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഈ ഒരു നിമിഷം നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളമാണ് നമ്മുടെ പൂർവികന്മാർ ഈ വിഷയത്തെ കണ്ടതെന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ മാനബിന്ദുവിനേറ്റ ആ ചതിവ്, ആ ഒരു വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും മോചിതരാകാൻ വേണ്ടി അവർ 3,70,000 പേര് ബലിദാനികൾ ചെറിയ വിഷയമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇനി പ്രവർത്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ധാരാളം യാസുരിക ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പടപൊരുതാനായിട്ട് നമുക്ക് ഊർജം നൽകുകയാണ് ശ്രീരാമൻ്റെ ഈ പുനഃപ്രതിഷ്ഠയോടെ. തീർച്ചയായിട്ടും ശ്രീരാമൻ ഈ പുനഃപ്രതിഷ്ഠയിൽ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ഒതുങ്ങുകയല്ല. നമുക്കറിയാം, എല്ലാം ത്യജിച്ചുകൊണ്ട് രാജഭരണത്തിൽ നിന്നും നിഷ്കാസനായെന്ന് തന്നെ നമുക്ക് പറയാം. വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനം, ഇന്ത്യ ഒരു വിശ്വഗുരു ആയി മാറുന്നതിൻ്റെ സുദിനം. ലോകത്ത് ഇനി എന്ത് കാര്യങ്ങൾ നടക്കണം, ലോകം എങ്ങനെ പോകണം, ലോകജനത എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ഇനി ലോകത്തിലെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. വിശ്വഗുരു എന്നുള്ള സ്ഥാനം ഓൾറെഡി നമുക്ക് പതിച്ചു തന്നു കഴിഞ്ഞു. ആ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സുദിനമാണ് നാളെ. ആ സുദിനത്തിൽ എല്ലാ ഭാരതീയരും, ലോകത്തെമ്പാടുമുള്ള എല്ലാ ഇന്ത്യക്കാരും വളരെ ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പാവക്കുളം ക്ഷേത്രത്തിൽ വലിയ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ ഭക്തജനങ്ങൾ ഇവിടെ വരും. 11 മുതൽ 2:30 വരെയുള്ള സമയത്താണ് ഇവിടെ നമ്മൾ പ്രാണപ്രതിഷ്ഠയുടെ ലൈവ് ടെലികാസ്റ്റും മറ്റും കാണിക്കുന്നത്. അന്നദാനവും മറ്റും ഉണ്ടാവും. വൈകുന്നേരവും നമ്മളിവിടെ പ്രാർത്ഥനാ യോഗങ്ങളുണ്ടാവും. ഭാരതത്തിനെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു തുടക്കമാകാം നാളത്തെ നമ്മുടെ പ്രാണപ്രതിഷ്ഠ എന്ന് നമ്മൾ തീർച്ചയായും വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ സനാതന ധർമ്മം വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ സനാതന ധർമ്മത്തെ അടിച്ചമർത്താൻ വേണ്ടി വൈദേശിക ശക്തികൾ മാത്രമല്ല, ചിത്രശക്തികൾ, രാജ്യത്തിനകത്തുള്ള ചിത്രശക്തികൾ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴാണ് ദേശീയതയുടെ ശബ്ദം ഉയരുന്നത്. ഒപ്പം തന്നെ സനാതന ധർമ്മത്തിന്റെ കാഹളങ്ങൾ മുഴങ്ങുന്നത്. ആ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ ക്ഷേത്രങ്ങളിലെ പരിപാടികളെന്ന് ചുരുക്കി പറയുമ്പോൾ എങ്ങനെയാണ്?
500 വർഷത്തോളമായ മുമ്പ് പറഞ്ഞ പോലെ നിരവധി പ്രക്ഷോഭങ്ങളുടെ ഫലമാണ് ഇന്ന് നാളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ കൊച്ചി മഹാരത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായി പാവക്കുളം മഹാദേവ ക്ഷേത്രം, താന്നിക്കൽ, അതുപോലെ തന്നെ കാട്ടുങ്കൽ ക്ഷേത്രം, തെറ്റാലിക്കൽ, പാലാരോട്ടം രാജരാജേശ്വരി ക്ഷേത്രം, ചമ്പക്കര ഭുവനേശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ മുളന്തുരുത്തി പൂത്രക്കോവിൽ, പിന്നെ തൃപ്പൂണിത്തുറയിൽ ഏകദേശം 18 ക്ഷേത്രങ്ങളിലോളം, അങ്ങനെ മൊത്തത്തിൽ ഇപ്പം നിലവിലുള്ള ചില സമുദായങ്ങളോട് ഞാൻ പറഞ്ഞ സമുദായങ്ങളോട് നമ്മോടൊപ്പം ചേരുന്നത് കൊണ്ട് അവർ പ്രത്യേകമായി തന്നെ അവരുടെ സമുദായ ക്ഷേത്രങ്ങളിലും അവരുടെ ഹാളുകളിലും പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു വിശ്വാസികളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഭാരതം എന്ന് പറയുന്നത് എല്ലാ ജാതികളുടെയും മതസ്ഥരുടെയും എല്ലാം ഒരു അഭയസ്ഥാനമായിരുന്നു പണ്ട് മുതലേ. പക്ഷേ ഇതെല്ലാം ഭാരതീയരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിന് വളരെയധികം മാധുര്യമുണ്ട്. രാമൻ്റെ അയോധ്യ പ്രവേശമാണ് ദീപാവലിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ദീപാവലിയുടെ രൂപത്തിൽ ഞങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ജയ് ശ്രീറാം. ഭർത്താവ് ഉൾപ്പെടെ കർസേവയിൽ പങ്കെടുത്താണ്. ആദ്യ കർസേവയിൽ 90-ലെ കർസേവയിൽ പങ്കെടുത്തതാണ്. ആ ഒരു അപ്പോൾ അതിന്റെ എല്ലാം ഓർമ്മകളെല്ലാം മനസ്സിലുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് അദ്ദേഹം കർസേവയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഝാൻസിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. അവിടെ പിന്നെ എല്ലാവരും ജയിലിലായിരുന്നു. പിന്നെ പോലീസുകാരും അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരും ഒക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അതൊരു വലിയ അനുഭവമായിരുന്നു. ഇപ്പൊ എല്ലാവരും ശ്രീരാമ ഭഗവാന് 3 അമ്മമാരാണ്. ഇന്ന് ഭാരതത്തിലെ എല്ലാ അമ്മമാരും രാമന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ക്ഷേത്രം അവിടെ ഉയരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമസ്തേ, എൻ്റെ പേര് പ്രകാശ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് ഒരു ബാലൻ ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ശിലാപൂജയിലും പാതക പൂജ അതിലൊക്കെ എൻ്റെ നാട്ടിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഈ ജന്മം എനിക്ക് ഈ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുള്ള അക്ഷത വിതരണം, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. ഭഗവാൻ ശ്രീരാമൻ തന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹം. പ്രാണപ്രതിഷ്ഠയോടുകൂടി ഭാരതത്തിൻ്റെ യശസ് ലോകം വിശ്വഗുരുവായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഹല്യമോക്ഷം എന്നതോ കേട്ടോ വിശ്വാമിത്രൻ. നാളെ ഓരോ വീടും രാമക്ഷേത്രങ്ങളായി മാറുന്ന ഒരു അസുലഭ നിമിഷത്തിലേക്ക് തന്നെ കടന്നു പോകുമ്പോൾ വലിയ ഒരു ആഹ്ലാദ നിമിഷങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്ത് തോന്നുന്നു? ഏറ്റവും സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് ഇത്. ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവത്യാഗം ചെയ്തെങ്കിൽ പോലും രക്തരൂക്ഷിതമല്ലാത്ത സമാധാനപരമായ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവോടുകൂടി ഇത് നടപ്പിലാക്കാൻ പറ്റിയത് നമുക്ക് ഏറ്റവും ഭാഗ്യമാണ്. ഓരോ ഹിന്ദുക്കളും അഭിമാനിക്കുകയാണ്. അവർക്ക് ധൈര്യപൂർവ്വം ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാനുള്ള ഒരു അവകാശം കിട്ടിയതാണ്. रामचंद्र की श्रीपति चंद्रचूड़ की पवन सुत हनुमान की रावति श्री कृष्ण की जय श्री राम जय श्री राम. ഇത്തരത്തിൽ ശ്രീരാമ മന്ത്ര മുഖരിതം തന്നെയാണ് രാജ്യമാകെ തന്നെ. അവിടെ കേരളത്തിൽ പോലും, അതായത് സനാതന ധർമ്മത്തെ അടിച്ചമർത്താൻ നീക്കങ്ങൾ നടക്കുന്ന കേരളത്തിൽ പോലും സമുദായ സംഘടനകളെല്ലാം വ്യത്യാസങ്ങളില്ലാതെ തങ്ങളെല്ലാവരും ഒന്നാണ്, ഹിന്ദു സമൂഹം ഒന്നാണ് എന്ന ചിന്തയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് വരുന്നു. അവിടെ സമുദായികമായ വേർതിരിവുകളില്ല. ഹിന്ദുവാണ്, ഹൈന്ദവ ഐക്യമാണ് വേണ്ടതെന്ന ചിന്തയിലേക്ക് എത്തുന്നു. നിരവധി സമുദായ സംഘടനകൾ ഒരുമിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുന്നു. അങ്ങനെ ഒരു വലിയ ആഘോഷം തന്നെയായി ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠ മാറുകയാണ്. ക്യാമറമാൻ വിപിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.